ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ടേസ്റ്റും ഇല്ലാത്ത, ഇതിനേക്കാളും നല്ലത് പച്ചവെള്ളം കുടിക്കലാണ് എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് എന്ന നിലയിലാണ് കുറേ അധികം ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു ഒരു 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 ഫ്രൂട്ട്സ് ആണെന്നുള്ള നിലയിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വിദേശത്തൊക്കെ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ഒരു തണുപ്പ് കൂടിയുള്ള ഒരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല വലിയ അസുഖങ്ങളെ വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ആ ഫ്രൂട്ട്സിനകത്ത് ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ആളുകൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു മോശം ഫ്രൂട്ട്സ് ആണെന്ന് പറയുന്നുണ്ടാവുക, അതിന് പച്ചവെള്ളത്തിൻ്റെ രുചി പോലും ഇല്ല എന്ന് പറയുന്നുണ്ടാവുക? അപ്പോൾ അതിനൊറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം മാത്രമല്ല, വാട്ടർമെലോൺ, തണ്ണിമത്തൻ, നമ്മൾ എത്ര പേര് ഇപ്പോൾ വാട്ടർമെലോൺ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ മധുരമുള്ള വാട്ടർമെലോൺ കഴിച്ചിട്ടുണ്ടാവും? ഭൂരിഭാഗം തണ്ണിമത്തനും ഒരു ടേസ്റ്റും ഇല്ല, മധുരം ഇല്ലാത്ത രീതിയിലുള്ളതാണ്. അത് ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിൻ്റെ കർഷകർക്ക് കഴിയേണ്ടതുണ്ട്. അതിനുപയോഗിക്കുന്ന വിത്തുകൾ, ഇതൊക്കെ പെട്ടെന്ന് വളരുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് വലുതാവുന്നതിന് വേണ്ടിയിട്ടും തൂക്കം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ വിത്തുകളൊക്കെ ഈ ജനിതക മാറ്റം വരുത്തുക എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെ പരിപാടികൾ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് ടേസ്റ്റിലുള്ള തണ്ണിമത്തൻ നമുക്ക് ലഭിക്കാത്തത്. ഞാൻ എപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ടിനെ ആളുകൾ ഇങ്ങനെ തള്ളി പറയുമ്പോൾ പലപ്പോഴും ചോദിക്കണം ആഗ്രഹിക്കുന്ന കാര്യമാണ്, എന്താണ് നിങ്ങൾക്ക് തണ്ണിമത്തനെ കുറിച്ചുള്ള അഭിപ്രായം? ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രശ്നമല്ല, തണ്ണിമത്തൻ്റെ പ്രശ്നമല്ല, നമ്മളിലേക്ക് എത്തുന്ന സാധനം അത് അതിൻ്റേതായ ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ നിലയിൽ അതിൻ്റെ പ്രൊഡക്ഷനിലും മറ്റും വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. അതല്ലാതെ ഡ്രാഗൺ ഫ്രൂട്ട് അത്ര മോശം ഒരു ഫ്രൂട്ട്സ് അല്ല. നല്ല മധുരമുള്ള, ഒരുപാട് വൈറ്റമിൻസ് ഉള്ള, ഒരുപാട് ഗുണങ്ങൾ മനുഷ്യ ശരീരത്തിനുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്. അതുപോലെ തന്നെയാണ് തണ്ണിമത്തനും. ഇതൊക്കെ മധുരമുള്ളത് കിട്ടുക എന്നുള്ളത്, നല്ല ടേസ്റ്റ് ഉള്ളത് കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത് വളരെയധികം ക്വാളിറ്റി കുറഞ്ഞതാണ്. പലപ്പോഴും നമ്മൾ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾക്ക് പിറകിൽ പോകുന്നതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയാത്തത്. ഒരുപക്ഷെ വലിയ ഇപ്പോൾ ലുലു പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട്, ഞാൻ ലുലുവിൻ്റെ കാര്യം പറഞ്ഞത്, അതുപോലെയുള്ള വലിയ മാർക്കറ്റുകളിൽ, വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി വാങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറേ കൂടി നിലവാരമുള്ളത് കിട്ടും. പക്ഷേ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നത് ചിലപ്പോൾ അത്രത്തോളം ഗുണനിലവാരമുള്ളതാവണമെന്നില്ല. ഞാൻ അതിൻ്റെ ബിസിനസ്സിനെയും അതിൻ്റെ ആളുകളെയും മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് നമ്മളതിനെ കഴിച്ചിട്ട് ആ ഫ്രൂട്ട്സിനെ തന്നെ നമ്മൾ തള്ളി പറയുന്ന ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രുചിയിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അതിൻ്റേതായ സ്ഥലങ്ങളിൽ പോയി അത് പർച്ചേസ് ചെയ്ത് അതിൻ്റേതായ വില കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ അഭിപ്രായം നമുക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണെങ്കിലും തണ്ണിമത്തനെ കുറിച്ചിട്ടാണെന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായവും തണ്ണിമത്തനെ കുറിച്ചുള്ള അഭിപ്രായവും നമ്മളൊന്ന് രണ്ടും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.